ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സാഗ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നല്ല ലൈഫ് സ്റ്റൈൽ ആൻഡ് ട്രാവൽ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ലഞ്ചൊക്കെ കഴിഞ്ഞ് അടുത്തൊരു സ്ഥലം കാണാൻ വേണ്ടി പോവാണ്. ഗൂഗിളിൽ നല്ല റിവ്യൂ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ആ സ്ഥലത്തിൻ്റെ വിശേഷങ്ങൾ കാണാം. ഈ സ്ഥലത്തിൻ്റെ പേര് കൊനിഗിൽ വില്ലേജ് എന്നാണ്. അപ്പോൾ ഈ കൊനിഗിൽ വില്ലേജ് ഒരു ടൂറിസ്റ്റ് വില്ലേജാണ്. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ആർട്ട്, ക്രാഫ്റ്റ്, പിന്നെ പഴയകാല ചരിത്രങ്ങളിൽ എങ്ങനെയാണ് അവരുടെ ജീവിതശൈലി എന്നൊക്കെ ഇവിടെ എക്സിബിഷൻ നടത്തുന്നുണ്ട്. അതുപോലെ പണ്ടത്തെ പേപ്പർ മില്ല്, അതുപോലെ കനാല്, നമ്മുടെ വെള്ളം ഒഴുകി പോകുന്ന കനാൽസ്, പിന്നെ അതുപോലെ എന്താണ് നമ്മുടെ ആ ചക്രമില്ലേ, നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന വയലിൽ നിന്ന് പിന്നെ ചവിട്ടിക്കൊണ്ട് വെള്ളം ഒരു ഭാഗത്തോട്ട് ഒഴുക്കി വിടുന്ന സംഭവങ്ങൾ, അങ്ങനെ പല സാധനങ്ങളും പണ്ട് കാലങ്ങളിൽ നമ്മൾ കണ്ടുവന്ന ഈ സിനിമയിലൊക്കെ ആയിട്ട് കണ്ട. നേരിട്ട് ഞാനത് കണ്ടില്ല. ഈ ചക്രമില്ലേ ചവിട്ടുന്ന ആ ഒരു ടർബൈൻ പോലത്തെ ആ സാധനങ്ങളൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇവിടുന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല സംഭവങ്ങളും ഒക്കെ ഇവിടെ എക്സിബിഷൻ ചെയ്യുന്നുണ്ട്, അതായത് പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഹാൻഡഡ് ക്രാഫ്റ്റ്, മറ്റേ കരകൗശല വസ്തുക്കൾ, പിന്നെ കുറേ സുവനീഴ്സ്, ഇതൊക്കെ ഇവിടുന്ന് കൈകൊണ്ടുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് നമുക്ക് വാങ്ങിക്കാനും കിട്ടുന്നുണ്ട്. അതൊക്കെ ഇവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവർ ആർട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് നേരിട്ട് കാണാനും പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവർക്ക് അത് അവിടുന്ന് പർച്ചേസിങ് ചെയ്യാം. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം.
അങ്ങനെ കൊനിഗിൽ വില്ലേജിലുള്ള കാഴ്ചകളൊക്കെ മതിയാക്കി ഞാൻ അടുത്ത ലൊക്കേഷനിലോട്ട് വിട്ടു. ഞാൻ ശരിക്കും ഉദ്ദേശിച്ച സ്ഥലത്തല്ല എന്നെ ഡ്രൈവർ ഡ്രോപ്പ് ചെയ്തത്. ഞാൻ ശരിക്ക് സിൽക്ക് റോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്, അവിടത്തേക്കാണ് പിന്നെ ഞാൻ ലൊക്കേഷനും പിന്നെ ഞാൻ യാൻഡെക്സ് ടാക്സിയിലാണ് പോയത്. അപ്പോൾ ലൊക്കേഷൻ വന്നത് ശരിക്ക് ഞാൻ എവിടെയാണോ പോകാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ കുറേ ഒരു 1-2 കിലോമീറ്റർ ഇപ്പുറം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ മറുവശത്ത് എത്തണമെങ്കിൽ കുറേ ദൂരം നടക്കണം. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് ഞാൻ തിരിച്ച് വേറൊരു ടാക്സി ബുക്ക് ചെയ്തു. നേരെ രജിസ്ഥാൻ സ്ക്വയറിലെ സ്ട്രീറ്റിലോട്ട് ഞാൻ പോകാൻ തീരുമാനിച്ചു. ഞാൻ കുറച്ച് സമയം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തു. ടാക്സി വരുന്ന സമയം ഞാൻ അവിടെ കുറച്ച് നേരം നിന്നു. അവിടെ ഉസ്ബെക്കിസ്ഥാൻ്റെ ജൂനിയർ ടീം അവർ കയാക്കിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ കുറച്ച് നേരം ടാക്സി വരുന്ന ആ സമയം വരെ ഞാനവിടെ ഇതൊക്കെ കണ്ടു നിന്നു. അപ്പോൾ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്തു, അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്നും വിചാരിച്ചു. അപ്പോൾ ആ പ്രാക്ടീസിൻ്റെ സെഷൻസാണ് നിങ്ങളിപ്പോൾ ഈ വിഷ്വൽസിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ രജിസ്ഥാൻ സ്ക്വയറിൻ്റെ സ്ട്രീറ്റിലെത്തി. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ കബാബ്സ്. ഫുഡ് അത് എന്ത് പറഞ്ഞാലും അത്രയും ടേസ്റ്റിയും നല്ല ഫ്രഷും ആയിട്ടുള്ള ഫുഡാണ്. എന്തായാലും നിങ്ങൾ സമർക്കന്ദിൽ ആര് പോകുന്നുണ്ടെങ്കിലും ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ്, അതായത് നിങ്ങൾ ഈ വിഷ്വൽസിൽ കാണുന്നത് പോലുള്ള ഫുഡ് കബാബ്സ് ട്രൈ ചെയ്യണമെന്ന് ഞാൻ മസ്റ്റായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം അത്രയും ടേസ്റ്റിയാണ്, അത്രയും പൈസയും കുറവാണ് ഈ കാണുന്ന ഫുഡിനൊക്കെ. അപ്പോൾ നിങ്ങൾക്കൊരു അറിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആര് പോകുന്നുണ്ടെങ്കിലും എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ് ഉസ്ബെക്കിസ്ഥാനിലെ കബാബ്സ്. നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് ലൈവായിട്ട് ചൂസ് ചെയ്യാം. നമ്മൾ ലൈവായിട്ട് ചൂസ് ചെയ്ത് കൊടുത്ത സാധനങ്ങൾ അവർ നന്നായിട്ട് കുക്ക് ചെയ്ത് നമ്മളെ ടേബിളിൽ കൊണ്ടുവരും. പിന്നെ കമ്പാരിറ്റീവ്ലി നമ്മുടെ ഇപ്പോൾ ദുബായിൽ നിന്നോ അബുദാബിയിൽ നിന്നൊക്കെ പോകുന്ന ആൾക്കാർക്ക്, UAE നിന്ന് പോകുന്ന ആൾക്കാർക്ക് കമ്പാരിറ്റീവ്ലി വളരെ വളരെ പൈസ കുറഞ്ഞ, ചിലവ് കുറഞ്ഞ ഫുഡാണ് അവിടെ നമുക്ക് കിട്ടുക. എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ ഈ ഫുഡ് എന്തായാലും ട്രൈ ചെയ്യണം. ഞാൻ വളരെയധികം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫുഡാണ് നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ കുസിൻസ്. ഓക്കെ, എല്ലാവർക്കും അവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ 3-ാമത്തെ ദിവസമായി. തിരിച്ച് അബുദാബിക്ക് വരേണ്ട ദിവസമാണെന്ന്. നേരെ എയർപോർട്ടിലോട്ട് പോവുകയാണ്. വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് സമർക്കന്ദും പിന്നെ അവിടെയുള്ള ഫുഡും അവിടുത്തെ ഹിസ്റ്റോറിക്കൽ പ്ലേസസൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ വെറും 3 ദിവസത്തെ ട്രിപ്പായിരുന്നു പ്ലാൻ ചെയ്തത്. ഇപ്പോൾ തോന്നുന്നു ആ 3 ദിവസം പോരായിരുന്നു എന്ന്. കൂടുതൽ സ്ഥലങ്ങളൊന്നും കാണാനില്ലെങ്കിലും 1-2 ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റിയ സ്ഥലങ്ങളെയാണ് സമർക്കന്ദിലുള്ളൂ. പക്ഷേങ്കിൽ അവിടുത്തെ ആ ഫുഡും ആ ഒരു അറ്റ്മോസ്ഫിയറും അതൊക്കെ വല്ലാതെ ഒരു മിസ് ചെയ്യുന്നത് പോലെ തോന്നുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം പോകുന്ന സമയത്ത് എന്തായാലും ഇപ്പോൾ സമർക്കന്ദിലോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും കുറച്ച് ദിവസം, അറ്റ്ലീസ്റ്റ് ഒരു 3-4 ദിവസം അവിടെ നിൽക്കാനുള്ള പ്ലാനായിട്ട് പോകണം എന്നാണ് ആഗ്രഹം. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇനിയിപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ കാണാം നമുക്ക്.
നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ലൈക്കായും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതായത് വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് വഴിയും അറിയിക്കുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പുതിയ നല്ല ട്രാവൽ വീഡിയോസിനും അതുപോലെ ലൈഫ് സ്റ്റൈൽ വീഡിയോസിനും വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ ആൻഡ് ഗുഡ് ലക്ക് ടു എവരി വൺ. See you. Bye bye.